ഹലോ, നമ്മൾ കാറ് വാങ്ങിച്ചിട്ടോളം നമ്മൾ ഫസ്റ്റ് യാത്രയാണ് കേട്ടോ. മിക്കപ്പോഴും ഇക്കാക്കാൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പോണോണ്ട് നമുക്ക് അങ്ങോട്ട് നമ്മളെ വണ്ടിയാണ് നമ്മളെ സ്വന്തമാണെന്നൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. എനിക്ക് ഈ ക്ലൈമറ്റിൻ്റെയും തോന്നുന്നുണ്ട്, ക്ലൈമറ്റിൻ്റെയും തോന്നണമല്ല, ക്ലൈമറ്റ് എനിക്ക് ഇങ്ങനെ ആവുമ്പോൾ ചുണ്ടിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടാറൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല, ഇപ്പോൾ വണ്ടിയിൽ നോക്കിയപ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു സലൂണിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവൻ കയറിയിരിക്കുമ്പോൾ വിചാരിക്കും ഇവൻ്റെ ഹെയർ കട്ട് ചെയ്യാനായിരിക്കുമെന്ന്. പക്ഷേ അല്ല, ആ ചിരിച്ചിരിക്കുന്ന ആളുടെ മുടി വെട്ടാൻ വേണ്ടി വന്നേക്കണേണ്. തലക്ക് വെളിവ് വന്നിട്ടില്ല എൻ്റെ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. കുറച്ച് നേരം വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ധരിക്കാൻ എൻ്റെ ഫ്രണ്ട് പുതിയതായിട്ട് തുടങ്ങിയ ഒരു സലൂണാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും ആംബിയൻസ് ഒക്കെ ഉള്ള തന്നെയായിരുന്നു. അപ്പോൾ പുള്ളി ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണ്. ആക്ച്വലി വീട്ടിൽ നിന്ന് ഒരു റെഫറൻസ് ഒക്കെ ആയിട്ടാണ് പോയത്. ഇപ്പം എല്ലാവർക്കും ഈ ഒരു കൊറിയൻ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. അവസാനം നമ്മളൊരു ഷോൾഡർ ലെവൽ വരെ ആക്കിയിട്ട് നിർത്തി. ഹെയർ കട്ടിങ് കഴിയുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരുമല്ലോ. ഞാൻ പറയണായിരുന്നു രണ്ടുപേരും കൂടി എന്നിട്ട് അച്ഛൻ്റെ തലയിൽ താജ്മഹൽ പണിയണ പോലെ ഇരുന്നെന്ന്. പക്ഷേ ആച്ചു അതൊക്കെ എൻജോയ് ഉണ്ട് കേട്ടോ. ആ കട്ട് ചെയ്ത ടൈമിൽ നല്ല ക്യൂട്ടായിട്ട് ഇരിക്കണ്ടായിരുന്നു. ഈ സലൂൺ വരുന്നത് കടവന്ത്രയിലാണ്. ഞങ്ങൾ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയി. പിന്നെ പറയാൻ മറന്നുപോയി, ഇന്ന് പെരുന്നാരാവ് കൂടിയായിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് പക്ഷെ വീഡിയോ ഇടണമെന്നുള്ളൂ. ഇപ്രാവശ്യം പെരുന്നാളായിട്ട് അങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും നേരത്തെ എടുത്തിട്ടുണ്ടായില്ല. അപ്പം ഞങ്ങളിങ്ങനെ പോണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാത്തൂനും കൂടെ വന്നിട്ടുണ്ടായി. അവളും മക്കൾക്ക് എടുത്തിട്ടുണ്ടായില്ല. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വലിയ പെരുന്നാളിന് അങ്ങനെ ഡ്രസ്സ് എടുക്കൽ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ ചെറിയ പെരുന്നാൾ നമ്മൾ ഈ 30 നോമ്പൊക്കെ പിടിച്ചിട്ട് ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ നോമ്പ് പിടിച്ചതന്നെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഫുൾ നോമ്പ് പിടിച്ചിട്ടുണ്ട്, എനിക്ക് പുതിയ ഉടുപ്പ് വേണം കേട്ടാന്നൊക്കെ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. സുമിനെ ആക്കണം. പിന്നെ ഉപ്പ എനിക്ക് പെരുന്നാളായിട്ട് കറിക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാറിൽ ഈ മീറ്റൊക്കെ കയറ്റുമ്പോൾ സ്മെല്ല് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ പാത്രം തപ്പിക്കൊണ്ടിരിക്കണേ, വല്ല ബക്കറ്റാ അങ്ങനെ എന്തെങ്കിലും ഡബ്ബയൊക്കെ. അവസാനം ഒരു തൂക്കുപാത്രം കിട്ടി, അതിലാക്കിയിട്ട് നമ്മൾ സെറ്റാക്കി എടുത്ത്. സുമിയുടെ ഉപ്പയാണ് കേട്ടത്. ഉപ്പ പിള്ളേരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നേക്കണായിരുന്നു. ഇവിടുത്തെ മക്കൾക്ക് പിന്നെ എല്ലാ ദിവസവും പെരുന്നാരാവുണ്ട്, അവർ ഫുള്ള് ഹാപ്പി മൂഡിൽ തന്നെയായിരുന്നു. ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് പെരുന്നാരാവെന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബെ ഇവിടെ ഫുള്ള് ബഹളമായിരിക്കും. ഈ റോട്ടിലൊക്കെ എല്ലാവരും ഇറങ്ങിയിരിക്കും, മൈലാഞ്ചി ഇടലും അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയലും പാട്ടും, ഓരോ വീട്ടിലും മാപ്പിളപ്പാട്ടും അതും ഇതൊക്കെ വെക്കും. ശരിക്കും അതൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് മിസ് ചെയ്യും കേട്ടോ. ഇപ്പം അതൊക്കെ മാറി. പിന്നെ അവൾ നമ്മളാക്കാൻ വേണ്ടി വന്ന്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബൈ.